السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറ്റവും സ്നേഹസമ്പന്നരായ പ്രേക്ഷകരെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് റമളാനിലെ ഈ വെള്ളിയാഴ്ച നിങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഫം മർഹ. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, ആഴ്ചയിലെ ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള ഒരു ദിവസമാണ്. ഈ ദിവസത്തിൽ പാരായണം ചെയ്യാൻ സുന്നത്തുള്ള പുണ്യമുള്ള ഒരു സൂറത്താണ് അൽ കഹ്ഫ് സൂറത്ത്. ആ സൂറത്ത് അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹാനിവാസികളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ആ സൂറത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ ഉമ്മത്തിന് മുമ്പ് ഒരു സമുദായം ഉണ്ടായിരുന്നു. ആ സമുദായത്തിൽപ്പെട്ട 7 യുവാക്കൾ, അവര് 7 യുവാക്കൾ അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുകയും അതനുസരിച്ച് അവരുടെ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാവും പ്രജകളും അടങ്ങുന്ന സിസ്റ്റം അതിനെതിരായിരുന്നു. ആ ബഹുഭൂരിപക്ഷം പറയുന്ന ആളുകൾക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യുവാക്കളുടെ ആദർശം അതിന് സമ്മതിക്കാത്തതുകൊണ്ട് ഇവർ ന്യൂനപക്ഷമാണ്, എന്നാലും യഥാർത്ഥ സത്യം ഇവരുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ആ ആദർശം പണയപ്പെടുത്തി ആ രാജ്യത്ത് തങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ ഇറങ്ങി പുറപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തണം, അത് ആദർശം സംരക്ഷിക്കണം, അത് പണയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിറങ്ങി പുറപ്പെടുകയും ഏതാനും ദൂരം ചെന്നപ്പോൾ അവരോട് സ്നേഹം തോന്നിയ ഒരു നായ അവരെ പിന്തുടർന്നു. അതൊരു ബുദ്ധിമുട്ടായി തീരുമോ എന്ന് ഭയന്ന് അവർ അതിനെ അകറ്റാൻ ശ്രമിച്ചപ്പോൾ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന അർത്ഥത്തിൽ ഞാൻ നിങ്ങളിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, അതെൻ്റെ നിലപാടാണ് എന്ന അർത്ഥത്തിൽ നായ പെരുമാറുകയും അതവർക്ക് മനസ്സിലാവുകയും ചെയ്തപ്പോൾ അവർ അതിനെ അകറ്റാൻ ശ്രമിച്ചില്ല. ആ 7 യുവാക്കളും നായയും കൂടി സഞ്ചരിച്ച് ഒരു അഭയം പ്രാപിക്കുകയും അവരവിടെ അള്ളാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് അവരങ്ങനെ കഴിഞ്ഞുകൂടുകയും ചെയ്തു. നായ പുറത്ത് കാവലിരിക്കുകയും ചെയ്തു. വർഷങ്ങളോളം അവിടെ കഴിഞ്ഞുകൂടി. അവർ ഉറങ്ങിപ്പോയി. ഒരുപാട് നാളവർ ഉറങ്ങിപ്പോയി. പിന്നീട് അവർ ഉണർന്നപ്പോൾ അവർ ഭക്ഷണത്തിനായി ആഗ്രഹിക്കുകയും ഏതാനും നാണയത്തുട്ടുകൾ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് ഭക്ഷണം തേടി പോവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, പുറത്തെ സിസ്റ്റം അവർ കരുതിയിരുന്ന സിസ്റ്റമായിരുന്നു. അതായത് അവർ കരുതിയിരുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ അവരനുഭവിച്ചിരുന്ന ആ ആദർശം വിരുദ്ധമായ അവസ്ഥയിൽ ആ രാജാവിൻ്റെയോ പ്രജകളുടെയോ ഇടയിൽ ചെന്ന് ഭക്ഷണത്തിനാവശ്യപ്പെടുമ്പോൾ ഇവിടെ താമസിക്കുന്ന വിവരം അവരെ അറിയിക്കേണ്ട, രഹസ്യമായി ഭക്ഷണം മേടിച്ചു വന്നാൽ മതി എന്ന്
അറിയിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അതുപോലെ പറഞ്ഞത് പ്രകാരം ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റങ്ങളെല്ലാം മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടിരുന്ന നാടല്ല, നാടിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി ആ നാണയത്തൊട്ടുകൾ കാണിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ആ നാട്ടുകാർ അത്ഭുതപ്പെടുന്നു. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള നാണയമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ രാജാവിൻ്റെ അടുക്കൽ ഹാജരാക്കുകയും സംസാരിക്കുകയും ചെയ്തു. അന്നത്തെ രാജാവ് ഒരു നല്ല രാജാവായിരുന്നു. അള്ളാഹുവിനെ അനുസരിക്കാനും അതുപോലെ പരലോകത്തെ അവസ്ഥകൾ വിശദീകരിക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം അത് വിശദീകരിക്കുമ്പോഴാണ് തെളിവ് പ്രകാരം ഈ മനുഷ്യനെ കാണുന്നത്. കാരണം ഒരുപാട് നാളത്തെ ജീവിതത്തിന് ശേഷം തിരിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. ആ രാജാവ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവിടെ വന്ന് കാണുകയും ചെയ്തു. അപ്പോൾ അവരോട് ആവശ്യപ്പെട്ടു തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. അങ്ങനെ അവർ അവരുടെ മരണം വരെ ജീവിച്ച ഒരു ചരിത്രമാണ്, നല്ല സുന്ദരമായൊരു ചരിത്രമാണ്. ആ ചരിത്രം അടങ്ങുന്ന സൂറത്തിൽ വലിയൊരാദർശം, വലിയൊരാശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നമ്മൾ സത്യത്തിൻ്റെ പേരിലുള്ളവർ ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷവും അതുപോലെ സൗകര്യങ്ങളൊക്കെ മറ്റൊരു ഭാഗത്താണെങ്കിലും ആദർശം സംരക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് മാറണമെന്ന് വെച്ചാൽ മാറുക എന്ന അത് ആ ചരിത്രം. അവർക്ക് മഹത്വമുണ്ട്, എല്ലാം വിട്ടെറിഞ്ഞു പോകുന്ന അവർക്ക് മഹത്വമുണ്ട്. അവർ ആ ഗുഹയിൽ സിസ്റ്റങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുകയാണെങ്കിലും അവരുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു സുഹൃത്താണത്. ആ സുഹൃത്ത് ആഴ്ചയിൽ ഒരു വട്ടം പാരായണം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം എത്ര വലുതാണ്. അപ്പോൾ നമ്മളുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം അത് നബി അലൈഹി സ്വലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹം അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി ജീവിക്കുന്നവർ, അവരാണ് മുസ്ലിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ എല്ലാ മനുഷ്യരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ ആ നിർദ്ദേശം, നബിതങ്ങൾ തന്ന നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടത് കടമയാണ്. ഇനി സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടം, അത് അവരുടെ സ്വാതന്ത്ര്യം. അപ്പോൾ ആദർശത്തെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സൂറത്താണ് ഇത്. നമ്മളെല്ലാവരും ചിന്തിച്ച് നമ്മുടെ ആദർശം മുറുകെ പിടിച്ച് ഇഹത്തിലും പരത്തിലും വിജയിച്ചവരായി ജീവിക്കേണ്ടതുണ്ട്. അതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.